ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് രജനി എന്നാണ്. ഞാൻ 2 വീലർ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അന്നേരം അവിടെ ആൾക്കാരെല്ലാവരും ഓടിക്കൂടി എന്നെ വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചു. ആക്സിഡൻറ്റിൽ തന്നെ എൻ്റെ കൈ മുട്ട് പൊട്ടുകയും എൻ്റെ കൈ ഫുള്ളാக തിരിഞ്ഞു വരികയും ചെയ്തു. ഞാൻ വാഹനത്തിൽ വെച്ച് തന്നെ നിലവിളിയോടുകൂടെ പ്രാർത്ഥനയ്ക്കായി ഫോണിൽ ബ്രദറിനെ വിളിച്ചു. ബ്രദർ ഫോണെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന്. ആ നിമിഷം തന്നെ ദൈവം എനിക്ക് അത്ഭുത വിടുതൽ തന്നു. തുടർന്ന് ഞാൻ ആ കൈ ഉപയോഗിച്ച് തന്നെ ഞാൻ തുടർന്ന് വീണ്ടും വാഹനം ഓടിക്കുകയും ഇപ്പോൾ എൻ്റെ ജോലി കാര്യങ്ങളെല്ലാം വളരെ മറ്റുള്ള കൈയിനേക്കാൾ ഉപരിയായി വളരെ ബലത്തോടു കൂടെ ആ കൈ ആയി കാണപ്പെടുന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ ദൈവത്തിന് 1000 നന്ദി. പ്രാർത്ഥിച്ച ബ്രദറിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ. യോഹന്നാൻ 1:12. John chapter 1 verse 12. யோவான் எழுதின சுவிசேஷம் 1ஆம் அதிகாரம் 12ஆம் வசனம். கிறிஸ்துவின കൈക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ആമേൻ, ആമേൻ. ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവന് ദൈവമക്കൾ എന്നുള്ള അധികാരം ദൈവം കൊടുത്തു. അക്സെപ്റ്റ് ക്രൈസ്റ്റ്. ലെറ്റ് us not reject Christ. ഈ ക്രിസ്തുവിനെ തള്ളിക്കളയരുതേ, കൈക്കൊള്ളുക. ദേവാദിദേവൻ യേശു ക്രിസ്തുவை ஏற்றுக்கொள்ளுங்கள். accept him. കൈക്കൊള്ളുവേൻ. കൈക്കൊള്ളുന്നവന് പ്രതിഫലം ഉണ്ട്. തള്ളിക്കളയുന്നവന് പ്രതികാരം ഉള്ളതുപോലെ കൈക്കൊള്ളുന്നവന് ക്രിസ്തുവിന് രക്ഷിതാവായി, പകരക്കാരനായി, വീണ്ടെടുപ്പുകാരനായി, ഏക മധ്യസ്ഥനായി, രാജാതി രാജാവായി, ദൈവമായി, ഏറ്റവും വലിയവനായി കൈക്കൊള്ളുന്നവന് പ്രതിഫലം ഉണ്ട്. Hallelujah. Therefore accept him. ഉൽപ്പത്തി 2:9. തോട്ടത്തിൻ്റെ നടുവിൽ നിന്നത് 2 വൃക്ഷങ്ങൾ. Number 1, tree of knowledge. Number 2, tree of life. ജീവന്റെ വൃക്ഷം, അറിവിൻ്റെ വൃക്ഷം. തള്ളിക്കളയേണ്ട വൃക്ഷത്തെ ആദാം ഭാര്യയും കൈക്കൊള്ളേണ്ടതിന് തള്ളിക്കളയേണ്ട അറിവ്, 2ാം സ്ഥാനത്ത് കൊടുക്കേണ്ട അറിവ്, ജീവനെ മറികടന്ന് ജീവനെ തള്ളിക്കളഞ്ഞ് അറിവിൻ്റെ വൃക്ഷത്തെ കൈക്കൊണ്ട് സംഭവിച്ചത് അനുസരണക്കേട്. അത് മുഖാന്തരം ശാപം, കഷ്ടത, കണ്ണുനീർ, നെടുവീർപ്പ്. ദൈവ പൈതലേ, ആയിരിക്കുന്ന സാഹചര്യത്തിൽ സത്യത്തിൻ്റെ സാക്ഷിയായി ആകേണ്ടത് നീ ഒരുവനെങ്കിലും നീ നിലനിൽക്കുക. സത്യത്തിൻ്റെ സാക്ഷിയായി
നിൽക്കേണ്ടവൻ നീ ഒരുവനെങ്കിലും അവിടെ നിലനിൽക്കുക. നിന്നോടൊപ്പം ഒരുവൻ കൂടെ വന്ന് നിൽക്കും. സ്വർഗത്തിലെ ജീവനോട് അന്നും ഇന്നും എന്നും ഇരിക്കുന്ന മഹാദൈവം ക്രിസ്തു യേശു. ആമേൻ. സൗന്ദര്യത്തിൽ അല്പം കുറവുണ്ട്, പണത്തിൽ അല്പം കുറവുണ്ട്, സമൂഹ ജീവിതത്തിൽ സ്റ്റാറ്റസിൽ അല്പം കുറവുണ്ട്. യേശു ഉണ്ടോ? എല്ലാത്തിലും കുറവുണ്ടെങ്കിലും നിനക്ക് എല്ലാം സമൃദ്ധിയായി ഉണ്ട്. ആമേൻ, ആമേൻ. ക്രിസ്തുവിനെ കൈക്കൊള്ളുവിൻ, ക്രിസ്തുവിനെ തള്ളിക്കളയരുത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തനായ നബൂഖദ്നേസർ ചക്രവർത്തിയുടെ കിങ്ഡം, രാജ്യത്വം, ബാബേൽ കിങ്ഡം, ദ പവർഫുൾ കിങ്ഡം, വളരെ ശക്തമായ രാജ്യത്വം ബാബേൽ രാജ്യത്തിലെ രാജാവും ന്യായാധിപന്മാരും പ്രസിഡന്റുമാരും ഗവർണർമാരും പൊതുജനമും സകലരും സത്യ ദൈവത്തെ തള്ളിക്കളഞ്ഞ് വണ്ണമും പൊണ്ണമും മൊണ്ണമും ഉള്ള വിഗ്രഹം ഉണ്ടാക്കി സ്തുതി പാടിയപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരുവൻ മാത്രം കൂട്ടാക്കിയില്ല. ആമേൻ. God's prophet Daniel, the Bible says he did not regard the commandment of king. ദാനിയേൽ പ്രവചനം 6:13 അവൻ കൂട്ടാക്കിയില്ല, രാജകൽപ്പന അവൻ കൂട്ടാക്കിയില്ല. എനിക്ക് എൻ്റെ ദൈവം മതി. ഓടിപ്പോയി. എന്നും മുട്ടുകുത്തുന്ന സ്ഥലത്തിൽ അവൻ മുട്ടുകുത്തി. മാളിക മുറിയുടെ കിളിവാതിലുകൾ തുറന്നിട്ട് കാണുന്നവൻ കണ്ടോ, ഇനിയും ഞാൻ പ്രാർത്ഥിക്കും. He rejected king's commandment, accepted Christ. കൈക്കൊള്ളുക, ഉള്ളു തുറന്ന് രാജാവായി ക്രിസ്തുവിനെ കൈക്കൊള്ളുക. ക്രിസ്തുവിനെ വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ ആശ്രയിച്ച് എല്ലാ ആളുകൾക്കും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഒരു വീട്ടിൽ 2 ആളുകൾ, മാർത്ത മറിയ. മാർത്ത മറിയ. ലൂക്കോസ് സുവിശേഷം 10:38 മാർത്തയ്ക്ക് യേശുവിനെ വേണ്ട, തൻ്റെ വയറ്, തൻ്റെ ജോലി, തൻ്റെ കർത്തവ്യം വളരെ നിസ്സാരമായി കണ്ട് തൻ്റെ ബിസി ഷെഡ്യൂൾ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മറിയയോ യേശുവിൻ്റെ പൊൻപാദത്തിൽ വന്നിരുന്ന് അവൻ്റെ ആദരത്തിൽ നിന്ന് ഒഴുകുന്ന ജീവൻ്റെ വചനം തൻ്റെ ജീവനായി കരുതി അവൾ കേട്ടുകൊണ്ടേയിരുന്നു. The Bible says Jesus Christ appreciated her. ഇവൾ നല്ല അംശം തിരഞ്ഞെടുത്ത് ഒരുത്തി കൈക്കൊണ്ട് മറ്റവൾ തള്ളിക്കളഞ്ഞ്. അന്നും ഇന്നും എന്നും ഉണ്ട് ആ കൂട്ടത്തിൽ. നീ ഒരാളായിരുന്നാലും സത്യത്തിൻ്റെ സാക്ഷിയായി നിലകൊള്ളുക. ദൈവം നിന്നെ വിട്ടുകൊടുക്കുകയേയില്ല. ആമേൻ, ആമേൻ. കാർമേൽ പർവ്വതത്തിൻ കൊടുമുടിയിൽ പ്രവാചകൻ എലൈജ കടന്നുപോയി സുവിശേഷം അറിയിക്കുവാൻ. ഒരേ ഒരു ചോദ്യം, எந்த நாள் மட்டும் நீங்கள் குந்தி குந்தி நடப்பீர்கள்? 1 ராஜாக்கன்மார் 18:21. How long will you sail in 2 boats? 2 தோணியில் எத்தனை நாள் നിങ്ങൾ കാൽ പതിക്കും? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കാർമേൽ പർവ്വതത്തിൻ കൊടുമുടിയിൽ നിന്ന് കർത്താവിൻ്റെ സുവിശേഷം പ്രവാചകൻ എലൈജ ശബ്ദിച്ചിട്ട് പറയും,
ദൈവമേ ഞാൻ മാത്രം, ദൈവമേ ഈ ലോകം പാഴായി പോകുന്നു. I am only testifying a witness. ഞാൻ മാത്രം. 1 രാജാക്കന്മാർ 18:22. ഞാൻ ഒരുത്തൻ മാത്രം, ഞാൻ ഒരുത്തൻ മാത്രം, അങ്ങേ കൈക്കൊണ്ടവൻ ഞാൻ ഒരുത്തൻ മാത്രം. ദൈവസന്നിധിയിൽ കരഞ്ഞ് 450 കള്ളപ്രവാചകന്മാർ ഇവനെ കടിച്ച് കീറുന്ന സിംഹം പോലെ വാപ്പിളന്ന് നിൽക്കുന്നേ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ എലീശയിൽ ഇറങ്ങി ദൈവം മാത്രമേ ദൈവമെന്ന് സ്ഥാപിക്കുവാനുള്ള ശക്തിയും അധികാരവും പ്രവാചകന് ദൈവം നൽകി. കൈക്കൊള്ളുക, അക്സെപ്റ്റ് ഹിം. യേശുവിനെ കൈക്കൊണ്ടാൽ നീ അപ്പനോ അമ്മയോ ഇല്ലാത്ത ആളായാലും ദൈവം നിൻ്റെ അപ്പനാകും. ആമേൻ. You shall be a child of God. എല്ലാവരും നിന്ദിച്ചാലും നീ ഒരാൾ മതി യേശുവിന്. ആമേൻ. ഹല്ലേലൂയ. മാർസ് ഹില്ലിൽ, ഗ്രീസിൻ്റെ തലസ്ഥാനം ഏഥൻസ് പട്ടണത്തിൽ, പ്ലാട്ടോ, അരിസ്റ്റോട്ടിൽ, സാക്രട്ടീസ് എന്നുള്ള തത്വ ചിന്തകന്മാർ കയറി നിന്ന് പ്രസംഗിക്കുന്ന മാർസ് ഹില്ലിൽ കർത്താവിൻ്റെ കൺമണി പൗലപ്പോസ്തലൻ മാർസ് ഹില്ലിൽ കയറി നിന്ന് സുവിശേഷം പ്രസ്താവിച്ചപ്പോൾ the Bible says listening to him some mocked. അപ്പോസ്തലർ 17:32, 33, 34 കേട്ട ആളുകളിൽ ചിലർ പരിഹസിച്ചു. They rejected gospel. പരിഹസിച്ചു. They mocked at him. They mocked at gospel. ചിലർ പറഞ്ഞ് നമുക്ക് പിന്നെ കേൾക്കാം, നമുക്ക് പിന്നെ കേൾക്കാം. പിന്നെ എന്ന് കേൾക്കാൻ? ഇന്ന് രാത്രിൻ്റെ ജീവന് ദൈവം കൊള്ളയിട്ടാലോ? We shall listen later on. പക്ഷേ അവിടെയും കർത്താവിൻ്റെ സാക്ഷിയായി ഒരാൾ ഉണ്ടായിരുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 17:34 a very honorable man. The Bible says he is an Athenian judge. ന്യായാധിപൻ, ന്യായാധിപൻ, പേര് കേട്ട ജഡ്ജ്, നീതി അരസർ, ന്യായാധിപൻ പറഞ്ഞ് ഈ യേശു എനിക്ക് മതി, എനിക്ക് മതി. ഡയോനുസിയോസ്, ബൈബിളിൽ പേര് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എഥേനിയൻ ജഡ്ജ് പറഞ്ഞ് ഈ പൗലോസ് പ്രസ്താവിക്കുന്ന യേശുവിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അക്സെപ്റ്റ് ക്രൈസ്റ്റ്. യേശുവിനെ കൈക്കൊള്ളുവിൻ, എന്നാൽ നാം ദൈവത്തിൻ്റെ മക്കളാകും. ആമേൻ.